എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ ഒരു 9 മണി ആയിട്ടുണ്ടാകും. രണ്ടുപേരും കൂടി പ്രകൃതിരമണി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. 9 മണി ആയതേ ഉള്ളൂ എങ്കിലും നല്ല വെയിലുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ നല്ല തണുത്ത അന്തരീക്ഷം. ഇവിടെ നിന്നും വിട്ടുപോകാൻ തോന്നുന്നില്ല. അത്രയേറെ മനോഹരമായ പ്രദേശം. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന വഴി കുറച്ച് കാഴ്ചകൾ കൂടി കാണണം. വളരെ വിഷമത്തോടു കൂടി തന്നെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. ഇത് അൽ ഹദ എന്ന് പേരുള്ള പ്രദേശമാണ്. ഇവിടെ നിന്നും ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് അടുത്ത സ്ഥലത്തേക്ക്. അതുകൊണ്ട് തന്നെ ഒരു കരുതലിന് വേണ്ടി പെട്രോൾ പമ്പിലേക്ക് കയറിയപ്പോഴാണ് ഈ കൊച്ചു സുന്ദര കുട്ടപ്പനെ കണ്ടത്. അവൻ ഷാരൂഖ് ഖാനെ സോപ്പിട്ട് അവന്റെ കയ്യിലിരുന്ന പൂക്കൾ കൊണ്ടുള്ള ടിയാറ അദ്ദേഹത്തെ ഏൽപ്പിച്ചു പോയി. ഇവിടെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വഴിയോരങ്ങളിലും തെരുവുകളിലും വിൽക്കാനായി ഇത്തരത്തിലുള്ള കുട്ടികളെ പതിവായി കാണാറുണ്ട്. പോകുന്ന വഴിയിലൊക്കെ പടുകൂറ്റൻ മലകൾ കാണാം. എല്ലാം ഒരു പ്രത്യേക ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ മലകളാണ്. മലയുടെ മുകളിലൊക്കെ പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെയൊക്കെ അവശേഷിപ്പുകൾ കാണാം. പണ്ട് കാലത്ത് അവിടെ മനുഷ്യന്മാരും താമസിച്ചിട്ടുണ്ടായിരിക്കാം. ചൂടും തണുപ്പും കൂടി സംയോജിച്ച ഒരു അന്തരീക്ഷമായതുകൊണ്ടാകാം ചാൾസിന്റെ പ്രവൃത്തികളിൽ എന്തോ അസ്വാഭാവികത. എന്റെ പേടി ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെറുകുടലും വൻകുടലും തമ്മിൽ കുടുങ്ങിപ്പോയാലോ എന്നൊക്കെയായിരുന്നു. തൽക്കാലം അവനെ നേരെയിരുത്തി ഞങ്ങൾ യാത്ര തുടർന്നു. തായിഫ് കാണാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് ഷാരൂഖ് ഖാൻ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് തായിഫിലെ സൂ. പ്രവേശന ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ കാണുന്ന ഈ ബഗ്ഗികൾക്ക് പ്രത്യേകം ഒരെണ്ണത്തിന് 200 റിയാലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. തൽക്കാലം ബഗ്ഗി വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങി. പക്ഷേ ഇവിടെ കണ്ട കാഴ്ചകൾ വളരെ ദയനീയമായിരുന്നു. ശേഷം അടുത്ത ഭാഗത്തിൽ